പലതരത്തിലുള്ള തട്ടിപ്പുകളുടെ വാർത്ത നിരന്തരമായി വന്നുകൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ ഇത്തവണ ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചു എന്നുള്ള പരാതിയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. മലപ്പുറം തിരൂരങ്ങാടിയിൽ നിന്നാണ് ഈ സംഭവം. തിരൂരങ്ങാടിയിലെ ട്രാവൽസ് ഉടമയായ അഫ്സൽ വലിയ പീഡിയക്കലിനെതിരെയാണ് പരാതി. 100-ലധികം പേരിൽ നിന്നായി 8 കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്നുള്ള ആരോപണങ്ങളാണ് വരുന്നത്. 2023-24 കാലയളവിൽ ഹജ്ജിന് സൗകര്യമൊരുക്കാമെന്ന് പറഞ്ഞ് ദാറുൽ ഇമാൻ എന്ന ട്രാവൽസ് ഏജൻസി വഴിയാണ് അഫ്സൽ ആളുകളെ സമീപിച്ചത്. പിന്നാലെ 120-ലധികം പേർ ഇയാളുടെ ട്രാവൽസ് മുഖേന ഹജ്ജിന് പോകാൻ പണം നൽകി. 5.5 ലക്ഷം രൂപ മുതൽ 7.5 ലക്ഷം വരെയാണ് ഇവർ ഇയാൾക്ക് നൽകിയത്. ഹജ്ജ് യാത്രയ്ക്ക് സമയമായപ്പോൾ ആളുകൾക്ക് തീയതിയും നൽകി. എന്നാൽ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവർക്ക് പോകാനായില്ല. പിന്നീട് യാത്ര ക്യാൻസലായി എന്ന് ട്രാവൽസ് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു. ഇവന് മുമ്പ് എന്തോ ഒരു വേറെ പേരിൽ നിന്ന് ട്രാവൽസ് ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം പേര് മാറ്റിയിട്ട് ഇതുപോലെ ആളുകളെ പല പ്രാവശ്യങ്ങളിൽ ഇപ്പോൾ 2019 ഇതുപോലെ ചെയ്ത് 18 സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മളിത് അറിയില്ലായിരുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൂടുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ പല ആളുകളും നമ്മളായിട്ട് ബന്ധപ്പെടുന്നു. ഇപ്പോൾ രണ്ടത്താണിലുള്ള ഒരു സഹോദരൻ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഇനിയും 3.25 ലക്ഷം, അത് 2018 പൈനയിലേറ്റ് സംഭവിച്ചാണെന്ന്. ഇങ്ങനെ 5-10 ആളുകൾ ഇതുപോലെ അവൻ ചതിച്ചിരുന്നു. അത് ഓരോടൊക്കെ കേസ് കൊടുത്തോളി എന്ന് പറയാം. അവനെ കേസ് ആയിട്ട് എങ്ങനെ പോയാൽ അവനക്ക് സുഖമായിട്ട് ജീവിക്കല്ലോ. ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ കിട്ടുന്ന 50, 10, 100 ക്യാഷുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ശേഖരിച്ച് അവസാനം ഇവൻ പറഞ്ഞ സംഖ്യയിലേക്ക് എത്തിയപ്പോൾ ആ സ്ത്രീ ആ ക്യാഷ് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഹജ്ജിന് പോകാന്ന് പറഞ്ഞിട്ട്. പിന്നീട് നൽകിയ പണം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ടും നൽകാൻ ഇയാൾ തയ്യാറായില്ല. പോലീസിൽ പരാതി നൽകിയിട്ടും തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. പണം ആവശ്യപ്പെട്ട് പണം ലഭിക്കാനുള്ള 50-ലധികം പേർ അഫ്സലിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. പോവാന്നും പറഞ്ഞ് എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ വാക്സിനും എടുത്ത് എല്ലാ തയ്യാറെടുപ്പും നമ്മളെടുത്ത് ബാഗും പെട്ടിയും എല്ലാം കെട്ടി റെഡിയായി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞ് നിന്ന് അന്ന് പോകുന്നന്ന് രാത്രി 1 മണിക്കൂർ മുമ്പേ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് പോകാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ 2 വർഷമായി നമുക്ക് 1 രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല. ഒരാൾക്ക് 5.25 ലക്ഷം. ഈ വർഷം സർക്കാർ മുഖേനയും മറ്റു ട്രാവൽസ് ഏജൻസി മുഖേനയും ഹജ്ജിന് പോകുന്നവർ പണം ലഭിക്കാനുള്ളവരുടെ കൂട്ടത്തിലുണ്ട്. പണം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം. തിരൂരങ്ങാടി മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയാണ് അഫ്സൽ. മീഡിയ 1 തിരൂർ.